വെൽക്കം ടു കേരള കിച്ചൻ മോംസ് റെസിപ്പീസ്. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത്. എൻ്റെ കൂടെ ഇന്ന് വേറൊരു ചാനലുണ്ട്. ആളെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നിങ്ങളത് ആരാണെന്ന് കേട്ടിട്ട് വരൂ. ഹലോ ഫ്രണ്ട്സ്, ഇത് കോമ്പസ് ടിപ്സ് ഓൺ ട്രിപ്സിൽ നിന്നും സുബിയാണ്. കഥകളും ചരിത്രങ്ങളും ട്രാവൽ ട്രിപ്സും പറയുന്ന ഞങ്ങളുടെ ചാനലിന് എങ്ങനെ ഒരു കുക്കിംഗ് ചാനലുമായി കൊളാബ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഞങ്ങളുടെ ചാനലിൽ എല്ലാ തിങ്കളാഴ്ചയും വരുന്ന കഥ പറയും രുചികൾ എന്ന സീരീസ് ഇതിന് ചേർന്നതാണെന്ന് തോന്നിയത്. നമുക്കിഷ്ടപ്പെട്ട രുചികൾക്കു പിന്നിലെ കഥകൾ പറയുന്ന ആ സീരീസിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ആഴ്ചയിലെ സ്പെഷ്യൽ വിഭവം കേരള കിച്ചൻ മോംസ് റെസിപ്പിയിലെ ശോഭ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിച്ചാലോ? അങ്ങനെ ഒരേ ദിവസം തന്നെ ഒരേ വിഭവത്തിന്റെ കഥയും അതെങ്ങനെ കുക്ക് ചെയ്യണമെന്നുള്ള കാര്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഫലമാണ് ഈ കൊളാബ്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ രണ്ടുപേരുടെയും വീഡിയോസ് കാണുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ KFC ചിക്കൻ തയ്യാറാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെഗ് പീസും തൈസുമാണ്. അപ്പം ഇതുപോലെ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മുടെ മസാല പുരട്ടുമ്പോൾ അതിനകത്തേക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ. സാധാരണ KFC ഉണ്ടാക്കുമ്പം അതായത് KFC കടയിൽ നമ്മൾ വാങ്ങുന്ന KFCയുടെ തൊലിയൊന്നും ഉരിച്ച് കളയാറില്ല. പക്ഷേ നമ്മൾ ഇപ്പോൾ ചെയ്യുമ്പം തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ സാധാരണ കേരള രീതിയിൽ തന്നെയുള്ളൊരു KFCയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്താണ്. അതുപോലെ കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. ഇത്രയാണ് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ പപ്രിക്ക പൗഡർ കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇതൊരു ഓപ്ഷനാണ്, നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളതാണ് കുറച്ച് കോൺഫ്ലെക്സും അതുപോലെ തന്നെ കുറച്ച് ഓട്സും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് ഓട്സ് ആണ്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും വൈറ്റ് ഓട്സ് എടുക്കാൻ വേണ്ടി നോക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കോൺഫ്ലോർ ആവശ്യമുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് കോൺഫ്ലോർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മൈദ, അതായത് ഓൾ പർപ്പസ് ഫ്ലോർ, അതും നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ്, ഞാൻ ഹോൾ വീറ്റിൻ്റെ ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 3 എഗ്ഗ്. ഇത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് ആവശ്യമുള്ളത്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ തൈരും അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ നീരും നമുക്ക് വേണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ഇതുപോലെ ഞാൻ എടുത്ത് സൈഡൊക്കെ നല്ലതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മസാല പുരട്ടുമ്പോൾ ഈ മസാല ചിക്കനുള്ളിലേക്ക് നല്ലതുപോലെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്, അതായത് പെപ്പർ പൗഡർ. ഞാനൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാലയാണ്. ഗരം മസാല ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കഴിയുന്നതും നല്ല പേസ്റ്റായിട്ട് അരയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കാൻ വേണ്ടി നമ്മളിത് മിക്സിയിലിട്ട് അരയ്ക്കുന്ന ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ കിട്ടും. ഇനി നമുക്കൊരു 2 ടീസ്പൂണ് തൈരൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നാരങ്ങ നീര്, ആവശ്യത്തിന് ഒരു നാരങ്ങ നീരൂടെ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നല്ലതുപോലെ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴിവതും 1 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് വെക്കണം. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്യാനുള്ള പൗഡർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2.5 തവി, അതായത് ഞാൻ ഇതുപോലത്തെ ഒരു തവിക്ക് 2.5 തവി ഓൾ പർപ്പസ് ഫ്ലോറിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ
ഗരം മസാല, അതും ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പപ്രിക്കയുടെ പൗഡർ കുറച്ചിട്ട് കൊടുക്കാം. ഇതൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് പപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല, മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്കിതിലൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മസാലക്കൂട്ടുകളൊക്കെ ആ പൊടിയിലേക്ക് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് പൊടി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം. അപ്പം പകുതി പൊടി തന്നെ നമുക്കിതിനകത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇത് 1/2 കപ്പ് കോൺഫ്ലോറാണ്. അതുപോലെ തന്നെ ഓട്സ്, നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ഓട്സും, അതും ഏകദേശം ഒരു 1/2 കപ്പോളം ഓട്സ് ഉണ്ടായിരുന്നു. അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കോൺഫ്ലെക്സ് ആണ്. കോൺഫ്ലെക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഒരു 2 പിടി കോൺഫ്ലെക്സിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാൻ ഹോൾ വീറ്റിൻ്റെ ബ്രെഡ് ക്രംസ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ സാധാരണ ബ്രെഡ് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് കിട്ടും. അത് ആയാലും മതിയായിരിക്കും. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂണൊക്കെ ഇച്ചിരി വലിയ സ്പൂണാണ്. അതിന് 2 തവിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിനകത്ത് ഓൾറെഡി സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ ചിക്കൻ്റെ ഏറ്റവും പുറകുവശത്ത് കൊടുക്കാനുള്ള കോട്ടിങ്ങിന് വേണ്ടിയുള്ള മിക്സാണ് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന ആ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. അത് നമുക്ക് പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 3 മുട്ട ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് നിങ്ങൾക്കൊരു ഫോർക്ക് വെച്ചോ അതല്ലെങ്കിൽ ഒരു സ്പൂണോ ഒരു സ്പാച്ചിലോ എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയായിരിക്കും. ഞാനിവിടെ ഒരു വിസ്കാണ് ഈ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ വിസ്ക് വെച്ച് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട നല്ലതായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ പാലാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാൽ ഒഴിച്ചതിന് ശേഷം നല്ലതായിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ പാലും മുട്ടയും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാലും മുട്ടയും നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പപ്രിക്കയുടെ പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പപ്രിക്കയുടെ പൗഡർ നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ആയാലും ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കുറച്ച് പപ്രിക്കയുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ എഗ്ഗ് നന്നായിട്ട് തന്നെ ബീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കോട്ട് ചെയ്യാനുള്ള 3 മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം ആദ്യത്തേത് നമ്മുടെ സ്പൈസസും ഫ്ലോറും മാത്രമുള്ള മിക്സ്, പിന്നെ എഗ്ഗിൻ്റെ മിക്സ്, പിന്നെ കോൺഫ്ലെക്സും ഓട്സും ഒക്കെ ഇട്ടുള്ള ആ മിക്സ്. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ എടുത്ത് ആദ്യം തന്നെ നമ്മുടെ ഫ്ലോറിലൊന്ന്, അതായത് ഫസ്റ്റ് സ്പൈസസും ഫ്ലോറും എല്ലാം ഇട്ടുള്ള മിക്സില്ലേ, അതിൽ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം എഗ്ഗിൻ്റെ ആ മിക്സിൽ കോട്ട് ചെയ്യണം. അതിനുശേഷം നമ്മൾ വീണ്ടും കോട്ട് ചെയ്യുന്നത് നമ്മൾ കോൺഫ്ലെക്സ് ഒക്കെ ഇട്ടുള്ള മിക്സില്ലേ, അതിനകത്ത് നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ 3 കോട്ടിങ്ങാണ് നമ്മൾ ഈ ചിക്കന് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഫ്ലോറിൽ എല്ലാം കോട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം എഗ്ഗിൻ്റെ ആ മിക്സിനകത്ത് കോട്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഓട്സും കോൺഫ്ലെക്സും ഒക്കെ ഇട്ടുള്ള കൂട്ടുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എല്ലാ ചിക്കനും ആ ഒരു രീതിയിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ ചിക്കനും ഞാൻ നമ്മുടെ 3 മിക്സിലും നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. എപ്പോഴും നമ്മൾ KFC ചിക്കൻ ഉണ്ടാക്കുന്ന
രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നല്ല കുഴിവുള്ള ഒരു പാത്രമാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുന്നെങ്കിൽ നല്ല ഒരു അത് അടിഭാഗമൊക്കെ നല്ല കുഴിഞ്ഞുള്ളൊരു പാത്രം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാലേ നമുക്കത് കൂടുതൽ എണ്ണ ഒഴിച്ച് നല്ല ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഓരോരോ ചിക്കനായിട്ട് എടുത്ത് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം. ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, അതിന് പകരം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ ഉപയോഗിക്കാവൂ. അപ്പോൾ നമുക്ക് എല്ലാ ചിക്കനും നല്ലതുപോലെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിം ആക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ പുറഭാഗം കരിയുകയും ഉള്ളു വേകാതെ ഇരിക്കും. അതുകൊണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ലോ ആയിട്ട് നമ്മുടെ ഫ്ലെയിം വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു 12 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ്റെ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്, ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പുറഭാഗം ഒന്നും ഒട്ടും തന്നെ കരിഞ്ഞിട്ടുമില്ല, കാരണം നമ്മൾ ഇത് നല്ലതായിട്ട് ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കൻ കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങൾ അടുത്ത ബാച്ചൂടെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തുള്ള ഈ എണ്ണയിൽ കിടക്കുന്ന തരികളൊക്കെ നിങ്ങളെടുത്തൊന്ന് മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അടുത്ത ബാച്ച് ഇടുമ്പോൾ ചിലപ്പം ആ കരിഞ്ഞിട്ടുള്ള തരികൾ ഇതിൽ പറ്റിപ്പിടിച്ച് നമ്മൾ അടുത്തായിട്ട് ഇടുന്ന ആ ചിക്കൻ്റെ പുറഭാഗം കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അടുത്ത ചിക്കൻ ഇടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതിനകത്തുള്ള പഴയ പാർട്ടിക്കിൾസൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ അടുത്ത ബാച്ച് ചിക്കനും ഇതിനകത്തേക്ക് ഇടാവൂ. അപ്പം നമ്മുടെ ഇന്നത്തെ കേരള സ്റ്റൈലിലുള്ള KFC ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതായത് ഇതൊരു KFC എന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ്, അത് ആ മസാല ടേസ്റ്റ് വന്നില്ലെങ്കിലും ഏകദേശം അതേപോലെ തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളിതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതൊരു പരീക്ഷണമായിരുന്നു. ഞാനും അതായത് കേരള കിച്ചൻ മോംസ് റെസിപ്പിയും അതുപോലെ തന്നെ ദ കോമ്പസ് ടിപ്സ് ഓൺ ട്രിപ്സും ചേർന്നുള്ള പരീക്ഷണമായിരുന്നു ഈ കൊളാബ് വീഡിയോ. അപ്പോൾ നിങ്ങൾ KFC എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് കണ്ടു കാണുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിലുള്ള കഥയും കൂടെ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നില്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് കൂടെ പോയി ആ കഥയും കൂടെ ഒന്ന് കേട്ടിട്ട് വരൂ. അപ്പോൾ ഞങ്ങളെ രണ്ടുപേരുടെ ചാനലിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, എന്നെയും ദ കോമ്പസ് ടിപ്സ് ആൻഡ് ട്രിപ്സിനെ. അപ്പോൾ പോയി ഒന്ന് കഥയും കൂടെ കേട്ടിട്ട് വരൂ. ലോകപ്രശസ്തമായ KFC നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എന്നാൽ അതുണ്ടായതിനു പിന്നിലുള്ള കഥ നിങ്ങൾക്കറിയാമോ? 10ാം വയസ്സിൽ കുടുംബഭാരം ഏറ്റെടുത്ത, കൈവച്ച എല്ലാ മേഖലയിലും പരാജിതനായ ഒരു മനുഷ്യന്റെ വിജയകഥയാണ് KFCയുടെ കഥയിലൂടെ ഞങ്ങൾ പറയുന്നത്. ഇതുപോലെയുള്ള രുചികൾക്കു പിന്നിലെ കഥകൾ കാണുവാൻ എല്ലാ തിങ്കളാഴ്ചയും കഥ പറയുന്ന രുചികൾ കാണുക നിങ്ങളുടെ സ്വന്തം ദി കോമ്പസ് ടിപ്സ് ഓൺ ട്രിപ്സിൽ.